ആചാരപെരുമ വിളിച്ചോതി ശബരിമലയിൽ ശരം കുത്തിവരെ എഴുന്നള്ളിപ്പ് നടന്നു. കൊമ്പൻ മീശക്കാരനായ അയ്യപ്പന്റെ തിടമ്പാണ് മണിമണ്ഡപത്തിൽ നിന്ന് ശരം കുത്തിവരെ എഴുന്നള്ളിച്ചത്. മണ്ഡല മകരവിളക്ക് ഉത്സവത്തിന് സമാപനം കുറിച്ച് അയ്യപ്പൻ ശരം കുത്തിയിലെത്തി ഭൂതഗണങ്ങളെയും മലദൈവങ്ങളെയും കൂട്ടി തിരികെ എത്തുന്നു എന്നതാണ് വിശ്വാസം. മകരവിളക്കിന് ശേഷം 4 ദിവസം 18-ാം പടിക്ക് താഴെ വരെ നടക്കുന്ന എഴുന്നള്ളിപ്പ് 5-ാം നാൾ ശരംകുത്തി വരെ നീളുന്നു. മണിമണ്ഡപത്തിൽ നിന്നും കൊമ്പൻ മീശക്കാരനായ അയ്യപ്പന്റെ തിടമ്പ് ജീവതയിൽ എഴുന്നള്ളിക്കുന്നു. തീവെട്ടിയുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയിലാണ് എഴുന്നള്ളിപ്പ്. തുടർന്ന് ശരംകുത്തിയിൽ വേട്ടക്കുറുപ്പന്മാർ നായാട്ടുവിളി നടത്തി. മണ്ഡല മകരവിളക്കുത്സവത്തിന്റെ അവസാന നാളിൽ അയ്യപ്പൻ ശരംകുത്തിയിലെത്തി ഭൂതഗണങ്ങളെയും മലദൈവങ്ങളെയും കൂട്ടി തിരികെ സന്നിധാനത്തേക്ക് എത്തുന്നു എന്നതാണ് വിശ്വാസം. വാദ്യമേളങ്ങളില്ലാതെ തീവെട്ടികൾ അണച്ച് നിശബ്ദമായാണ് തിരികെ സന്നിധാനത്തേക്കുള്ള യാത്ര. പെരുന്നാട് പുന്നമൂട്ടിൽ കുടുംബക്കാർക്കാണ് ശബരിമലയിൽ നായാട്ടുവിളി നടത്താൻ കാരായ്മ അവകാശം. പന്തളം രാജാവ് കൽപ്പിച്ചു നൽകിയതാണ് വെള്ളാള സമുദായക്കാരായ പുന്നമൂട്ടിൽക്കാർക്ക് ഈ അവകാശം. മുറ തെറ്റാതെ ഓരോ തലമുറയും നായാട്ടുവിളി ചടങ്ങ് നടത്തിവരുന്നു. നായാട്ടുവിളി എന്ന് പറയുമ്പോൾ ദുഷ്ടശക്തിയെ ആട്ടിപ്പായ്ക്കുന്നതിനാണ് ഈ വനാന്തര ഭാഗത്തുള്ള ശാസ്താക്ഷേത്രങ്ങളെല്ലാം നായാട്ടുവിളി നടത്തുന്നത്. അയ്യപ്പൻ്റെ വന്ദനം പോലുള്ള പ്രതിഷ്ഠ വരെയുള്ള എല്ലാ കാര്യങ്ങളും ഈ നായാട്ടുവിളി പ്രതിപാദിക്കുന്നുണ്ട്. നായാട്ടുവിളി മകരമാസം 1 തൊട്ട് 5 നാളാണ്. അതായത് പിന്നെ മകരവിളക്ക് ദിവസം മുതൽ 5 ദിവസമാണ് നായാട്ടുവിളി. 4 ദിവസം 18-ാം പടിയുടെ മുന്നിൽ നിലപാട് തറയും അവസാന ദിവസം ശരംകുത്തിയിലുമാണ്. പരിഹാരക്രിയകളുടെ ഭാഗമായി ഇന്ന് രാത്രി മാളികപ്പുറത്ത് ഗുരുതി ചടങ്ങ് നടക്കും. ഇന്ന് രാത്രി വരെ മാത്രമാണ് ഭക്തർക്ക് പ്രവേശനം. നാളെ പുലർച്ചെ രാജപ്രതിനിധി തൊഴുതു പടിയിറങ്ങുന്നതോടെ ശബരിമല ക്ഷേത്രനട അടയ്ക്കും. ജനം സന്നിധാനം.